സുബൈ ജമാഅത്തിന് ശേഷവും ഒരാൾ ദുആന് പോലും നിൽക്കാതെ എണീറ്റ് പോവാണ്. നിബിതങ്ങൾ നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞിരിക്കുമ്പോൾ എല്ലാ സുബൈക്ക് ശേഷവും ദുആന് നിൽക്കാതെ തിരിഞ്ഞു വന്ന ഒരാളിങ്ങനെ ശ്രദ്ധിക്കുകയുണ്ടായി. അങ്ങനെ ഒരു ദിവസം അയാളെ നേരിട്ട് കാണാണ്. നിബിതങ്ങൾ വിളിക്കുകയാണ്, അബൂ ദുജാന, നിങ്ങൾ എന്താണ്, നിങ്ങൾക്ക് ജീവിതത്തിലൊന്നും ആഗ്രഹമില്ലേ, ഒന്നും അള്ളാഹുവിൽ നിന്ന് ലഭിക്കാനില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നബി എന്താണ് പ്രശ്നം, എന്താണ് കുഴപ്പം എന്നൊക്കെയാണ്. അപ്പോൾ നബിതങ്ങളേക്കും നിങ്ങൾ എന്തിനാണ് സുബൈ നിസ്കാരം കഴിഞ്ഞപാട് എണീച്ചു പോകുന്നത്, ദുആൻ എന്താണ് നിൽക്കാത്തെന്നിരുന്നു. അപ്പോൾ അയാൾ തൻ്റെ കഥ വിവരിക്കാൻ തുടങ്ങുകയാണ്. നബിയെ, എനിക്ക് 2 മക്കളുണ്ട്. എൻ്റെ വീട് മുഴുവൻ പട്ടിണിയിലാണ്. രാത്രി പലപ്പോഴും ഇങ്ങനെയൊക്കെയോ കിടത്തി ഉറക്കാറാണ് മക്കളൊക്കെ. ഇടത്തേക്ക് ചാഞ്ഞ് കിടക്കുന്ന ഒരു ഈത്തപ്പഴ മരമുണ്ട്. അത് എൻ്റെ അയൽവാസിയായ ഒരു ജൂതൻ്റെയാണ്. അപ്പോൾ ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ആ ഈത്തപ്പഴങ്ങൾ എൻ്റെ വീട്ടുമുറ്റത്ത് വീണ് കിടന്നിട്ടുണ്ടാവും. ഞാൻ നേരെ ഒരു ദിവസം ഇങ്ങനെ സുബഹി ജമാഅത്ത് ദുആ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ എൻ്റെ മക്കളൊക്കെ ഉണർന്നിട്ട് ആ ഈത്തപ്പഴങ്ങൾ വായിലിട്ട് കഴിക്കുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ ഓടിപ്പോയിട്ട് അവരുടെ വായിൽ നിന്ന് ആ ഒരു ഈത്തപ്പഴങ്ങളൊക്കെ തോണ്ടിയെടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. കാരണം എൻ്റെ മക്കൾ ഒരു ഹറാമ് കഴിക്കണ്ട എന്ന് ആലോചിച്ചിട്ടാണ് നബിയെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓരോ നിസ്കാര ശേഷം വേഗത്തിൽ തന്നെ പോയിട്ട് ആ ഈത്തപ്പഴങ്ങളൊക്കെ പെറുക്കി അയൽവാസിയുടെ വീട്ടിലേക്ക് ഇടുന്നത്. നബിതങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഈ കഥകളൊക്കെ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൊട്ടടുത്ത ജൂത മതസ്കൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അയാളോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു ഈത്തപ്പഴ മരത്തിന് പകരം നിങ്ങൾക്ക് മദീനയിലെ ഏറ്റവും വലിയ തോട്ടത്തിലെ 10 ഈത്തപ്പഴ മരങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകാം. ഈ ഒരു ഈത്തപ്പഴ മരം നീ ഞങ്ങൾക്ക് നൽകണം എന്ന് പറയാണ്. ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഒരു ഈത്തപ്പഴ മരം വാങ്ങിയിട്ട് നബിതങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. നബിതങ്ങൾ അത് ആ ഒരു മനുഷ്യന് കൊടുക്കുകയാണ്. അങ്ങനെ അയാൾ തിരിച്ച് അബൂ ദുജാന റളിയല്ലാഹു അൻഹു തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നബിതങ്ങളുടെ മോചിതത്തിൽപ്പെട്ട ഒന്നാണല്ലോ മരങ്ങൾ നീങ്ങുക എന്നുള്ളത്. അങ്ങനെ ആ ഒരു മരം അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടുമുറ്റത്തേക്ക് നീങ്ങി മാറിയിട്ടുണ്ടായിരുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പലപ്പോഴും നമ്മൾ നമ്മുടെ കുട്ടികളെ ഭക്ഷിപ്പിക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയണം.